അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര് കമന്റിലൂടെ അവരുടെ വിഷമങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ദുആ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാവുന്നതാണ്. ആരോടും മിണ്ടാതെ തനിച്ചിരുന്ന് ആരുടെയും ഒരു ശല്യം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തിരുന്നിട്ട് വേണം ഈ ദിക്റ് ചൊല്ലാൻ. നമ്മുടെ മനസ്സിന് എന്താഗ്രഹമാണോ ആദ്യം ആ ആഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ഈ ദിക്റ് ചൊല്ലുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇത് ഏത് സമയത്ത് ചൊല്ലണമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് തനിച്ചിരുന്ന് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങളിത് ഓതുക. ആരോടും മിണ്ടാൻ പാടില്ല. ഇത് ഓതിത്തീരുന്നിടം വരെ നല്ല അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം, നല്ല ദൃഢതയോടുകൂടി. അല്ലാതെ പെട്ടെന്ന് ഓതി തീർത്തിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രതിഫലവും ലഭിക്കാനും പോകുന്നില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളൊട്ട് സാധിക്കാനും പോകുന്നില്ല. നിങ്ങൾ ചെല്ലേണ്ട ദിക്റ് ഏതാണെന്ന് വെച്ചാൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന ഈ ആയത്താണ് നിങ്ങൾ ഓതേണ്ടത്. എൻ്റെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ അല്ലാഹു സുബ്ഹാനഹു തആലയെ ഏൽപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണം എന്നിങ്ങനെയൊക്കെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. നിങ്ങൾക്ക് ഈ ദിക്റ് ചൊല്ലുമ്പോൾ ഈ അർത്ഥം നിങ്ങൾ മനസ്സിൽ കരുതണം. ഒന്നെങ്കിൽ നിങ്ങൾ 100 വട്ടം ചെല്ലുക, അല്ലെങ്കിൽ 313 പ്രാവശ്യം. ഏറ്റവും ഉത്തമം 313 പ്രാവശ്യം ചെല്ലുന്നതായിരിക്കും. ഞാനൊക്കെ ചെല്ലാറുള്ളത് 313 പ്രാവശ്യമാണ്. ഇത് ചെല്ലുമ്പോൾ മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത വേണം, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കിത് നടത്തി തരും, അല്ലാഹുവിനല്ലാതെ ഇത് നടത്താൻ മറ്റാർക്കും സാധിക്കില്ല എന്ന് മനസ്സിൽ ദൃഢമായിട്ടൊരു വിശ്വാസം കൊണ്ടുവരിക. എന്നിട്ട് ഇത് അർത്ഥമറിഞ്ഞ് ഓതുക. നമ്മൾ അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി വെറും ഒരു 10ഓ 12ഓ പ്രാവശ്യം ഓതി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതായിട്ട് നമുക്ക് തന്നെ തോന്നി തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് തനിച്ചിരുന്ന് ഇത് ഓതണമെന്ന്. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത്, ഇശാ നമസ്കാരത്തിന് ശേഷമാണോ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമാണോ, തനിച്ചിരുന്ന് ആരോടും മിണ്ടാതെ ചെല്ലാൻ പറ്റുന്ന എപ്പോഴാണോ ആ സമയത്ത് നിങ്ങൾ ഓതുക. ഞാൻ ഓതിയിരുന്നത് ഇശാ നമസ്കാരത്തിന് ശേഷം ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെയായിരുന്നു ഞാൻ ചൊല്ലിയിരുന്നത്. നിങ്ങൾക്ക് എപ്പോഴാണോ നല്ല സമയമായി തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾ ഓതുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.